ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യം. ഈ പേഷ്യൻറ്റിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 16 വർഷമായിട്ട് പ്രഷറുണ്ട്, അതിനുവേണ്ടി മരുന്നെടുക്കുന്നുണ്ട്. 13 വർഷമായിട്ട് ഡയബറ്റിസ് ഉണ്ട്. 2 വർഷമായിട്ട് ഹാർട്ടിന് വേണ്ടിയിട്ട് മരുന്നെടുക്കുന്നുണ്ട്. TMT പോസിറ്റീവായി. പിന്നെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 രക്തക്കുഴലുകൾക്കും ബ്ലോക്കുണ്ട്. പിന്നെ ആത്തറോസ്ക്ലെറോസിസ്, അതായത് നമ്മുടെ ഈ രക്തക്കുഴലുകളെ മൊത്തത്തിൽ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. അത് ഹാർട്ടിന് മാത്രമല്ല, കൈയിലേക്കുള്ള, പ്രത്യേകിച്ച് റൈറ്റ് കൈക്കും അദ്ദേഹത്തിന് വേദനയുണ്ട്. അപ്പോൾ കൈക്കിൽ അതിൽ ഷോൾഡർ ആർത്രൈറ്റിസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഈ രക്തക്കുഴലുകൾ ബ്ലോക്കായിരിക്കുന്നതുകൊണ്ടുള്ള പെയിൻ ഉണ്ട്. പിന്നെ കാലിന് മുട്ടിന് തേയ്മാനം വന്നിട്ടുണ്ട്. അതിനും ഫ്യൂച്ചറിൽ സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പം ഇദ്ദേഹം 16 തരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഇൻസുലിൻ 2 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പം ബൈപ്പാസ് സർജറി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇമ്മീഡിയറ്റ് കൺസേൺ. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി വരുന്നത്. അപ്പോൾ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാനായി, എത്ര നാൾ കൊണ്ട് പ്രഷർ നോർമലാക്കാൻ കഴിഞ്ഞു, അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു, പരിശോധനാ ഫലങ്ങളിലുണ്ടായ പുരോഗതി എന്തൊക്കെയാണ്, ഇതാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ പേഷ്യൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അദ്ദേഹം 58 വയസ്സുള്ള മെയിലാണ്, 175 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്, വെയിറ്റ് 95 കിലോ ആണ്, ഒബേസിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം 58 ഉള്ളതിലും ബോഡി ഏജ് നോക്കുമ്പോൾ അത് 66, അതായത് നമ്മുടെ ആക്സലറേറ്റഡ് ഏജിങ് വന്നിട്ടുണ്ട്. ഒരു 8 വയസ്സ് കൂടുതലാണ് കാണിക്കുന്നത്. പിന്നെ വയറിൻ്റെ ചുറ്റളവ് 108 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ഫാറ്റ് പെർസെൻറ്റേജ്, നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ശരിക്കും പുരുഷന്മാരിൽ ഒരു 15% വേണ്ടത് 30% ഫാറ്റ് ഉണ്ട്. അപ്പം ഇദ്ദേഹം 16 വർഷമായിട്ട് പ്രഷറിന് മരുന്നെടുക്കുന്നുണ്ട്, ഡയബറ്റീസിന് മരുന്നെടുക്കുന്നുണ്ട്, 2 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഉണ്ട്, ഹാർട്ടിന് വേണ്ടിയിട്ട് 2 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പം ബൈപ്പാസ് സർജറി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ കൈക്ക് ഭയങ്കര വേദനയുണ്ട്. അപ്പം അതിനൊരു ഷോൾഡറിൻ്റെ ഒരു ആർത്രൈറ്റിസ് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്കാനിങ് നോക്കിയപ്പം അതിന് മറ്റേ ഡോപ്ലർ സ്റ്റഡിയൊക്കെ നോക്കുമ്പം കാൽസിഫൈഡ് പ്ലേറ്റ്സ് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉണ്ട്. അതുപോലെ മറ്റേ കരോട്ടിഡ് ആർട്ടറി, അതായത് ബ്രെയിനിലേക്ക് സർക്കുലേഷനിലുള്ള രക്തക്കുഴലുകൾക്കും ബ്ലോക്കുണ്ട്, കുറച്ച് ബ്ലോക്കുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, മൂട്ടിന് തേയ്മാനമുണ്ട്, അതിനും ഫ്യൂച്ചർ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വയറ് സംബന്ധമായിട്ട് ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡിസീസ് കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെറ്റബോളിക് ഡിസോർഡർ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഹാർട്ട് ഡിസീസൊക്കെ മെറ്റബോളിക് ഡിസോർഡറിലാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഓട്ടോഇമ്മ്യൂൺ കാര്യങ്ങളും കൂടെ, ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെയും കൂടെ ഇതുണ്ട്. കാരണം ഈ ആർത്രൈറ്റിസ് ഒക്കെ ആ ഗ്രൂപ്പിലുമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിംറ്റംസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിന് മുട്ടുവേദനയുണ്ട്, പിന്നെ ടയേർഡ്നെസ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്വാസം മുട്ടൽ പോലെ വരുന്നു, സ്റ്റെപ്പ് കയറും അങ്ങനെയൊക്കെ വരുമ്പം ശ്വാസം മുട്ടലുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒരു മേജർ പ്രോബ്ലം ആയിരുന്നു. സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വയറിൽ അബ്ഡോമിനൽ ഒബേസിറ്റി ഉണ്ട്. ഇതാണ് മേജറായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് കാണിച്ചിരുന്നത്. പിന്നെ നമ്മൾ മരുന്നുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 തരം മരുന്നുകളാണ് കഴിക്കുന്നത്, പല നേരത്തായിട്ട് ഉള്ള ഇതുണ്ട്. അതിൽ കെലാക്റ്റിൻ എന്നുള്ള മരുന്ന്, വെറാപ്പാമിൽ, അത് പ്രഷറിനുള്ളതാണ്. പിന്നെ അമിലോഡാക്ക്, അതും പ്രഷറിനാണ്. പിന്നെ സെറ്റോറുണ്ട്, അത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡിപ്ലാറ്റെ എന്ന് പറഞ്ഞുള്ളത്, അത് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഉണ്ട്, അത് ബ്ലഡ് തിന്നറാണ്, ഹാർട്ട് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഇഞ്ചക്ഷൻ ഡെഗ്ലൂഡെക്, അത് 2 നേരം എടുക്കുന്നുണ്ട്, 10 യൂണിറ്റും 15 യൂണിറ്റും ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഡൊപ്പാഗ്ലിഫ്ലോസിൻ, അതും ഡയബറ്റിക്, പിന്നെ ഉള്ളതെല്ലാം ഡയബറ്റിക് മെഡിസിൻസ് ആണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ട്, വിഡാഗ്ലിപ്റ്റിൻ വരുന്നുണ്ട്, പിന്നെ PPG മെറ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് മെറ്റ്ഫോമിൻ ഉണ്ട്, ഓഗ്ലിബോസ് ഉണ്ട്, ലൈമിപ്രൈഡ് ഉണ്ട്. സോ മെനി മെഡിസിൻസ്. മരുന്ന് ഡയബറ്റീസിന് തന്നെ ഇൻസുലിൻ കൂടാതെ 1, 2, 3, 4,
5, 6, 7 തരം മരുന്നുകൾ ഡയബറ്റീസിന് തന്നെ മരുന്നിൻ്റെ ഫോമാറ്റിലുണ്ട്. പിന്നെ ഇതുകൂടാതെ വൈറ്റമിൻസും ഫുഡ് സപ്ലിമെൻറ്റ്സും ഒക്കെ ആയിട്ട് 2-3 എണ്ണങ്ങളുണ്ട്. പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് ടിറ്റനാഫിൽ എന്ന് പറഞ്ഞ മരുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ മെഡിസിൻസ് ആണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ HbA1c മരുന്നുകൾ ഇത്രയും ഗുളികകളും ഇത്രയും ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് HbA1c 7.2 ആണ്. ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആണ്. ശരിക്കും ഒരു ഇൻസുലിൻ ഒരു മാക്സിമം വരാവുന്ന 25 ആണ്. നെക്സ്റ്റ് ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ കൊളസ്ട്രോൾ റീസണബിളി കൺട്രോൾഡ് ആണ്. പിന്നെ കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. GFR 77, GFR കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സോഡിയം ലെവൽ ലോ ആയിട്ട്, അത് ഈ മരുന്ന് പ്രഷറിൻ്റെ മരുന്നിൻ്റെയും പിന്നെ ഇത്രയും ഡയബറ്റിക് മെഡിസിൻസും എല്ലാം ഉള്ളതുകൊണ്ടാവണം ഈ സോഡിയം കുറഞ്ഞു. അതായത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അത് ഒരു ക്ഷീണത്തിനൊരു കാരണമാകും. പിന്നെ വൈറ്റമിൻ ഡി കുറവാണ്. പിന്നെ കാർഡിയാക് മാർക്കേഴ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോപ്പോണിൻ നോർമലാണ്. അതുപോലെ HSCRPയും CRPയും ഒക്കെ നോർമലാണ്. അതൊരു പോസിറ്റീവാണ്. അപ്പം ഒത്തിരി ആക്റ്റീവ് ഇൻഫ്ലമേഷൻ ഒന്നും ബ്ലഡ് വെസൽസിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നുകൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി തന്നെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പം ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം തുടങ്ങുമ്പോഴേ പിന്നെ മിക്കവാറും ഉള്ള ഫുഡ് സപ്ലിമെൻറ്റ്സും അങ്ങനെയുള്ളതെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക എന്നുള്ളതാണ്. ഇദ്ദേഹം ടെഡനാഫിൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് സെക്ഷൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാർട്ട് പേഷ്യൻസിന് നല്ലതല്ലത് എടുക്കുന്നത്. ഹാർട്ട് പേഷ്യൻറ്റ് ഇത്തരം സെക്ഷൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതും എടുത്തിട്ട് നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ട് എക്സേഷനും കൂടെയാണല്ലോ വരുന്നത്. അപ്പം അത് നമ്മളുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂട്ടി അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി. അതുകൊണ്ട് നമ്മൾ എല്ലാ പേഷ്യൻസും ഓർക്കണം, പ്രത്യേകിച്ച് നമ്മൾ BP മരുന്ന് കഴിക്കുക, ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് ഹാർട്ട് പ്രോബ്ലത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ ഒരു കാരണവശാലും ഇത്തരം മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പലപ്പോഴും ഒരു അറ്റാക്ക് വരുന്നത് തന്നെ ഇപ്പം നമ്മൾ ഇത്തരം ഈ സെക്ഷൽ ആക്ടിവിറ്റിയിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഒത്തിരി ആവശ്യം വരുന്ന സമയമാണ്. ആ സമയത്ത് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം മരുന്നുകളെല്ലാം നമ്മൾ നിർത്തുകയാണ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഈ മെഡിസിൻസ് ഇങ്ങനത്തെയൊക്കെ നിർത്തും. പിന്നെ എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒത്തിരി ഓവർ വെയ്റ്റും ഡയബറ്റീസും ഹൈപ്പർടെൻഷനും എല്ലാം കൂടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ലോ കാലറി ഏറ്റവും കാലറി കുറച്ച് കഴിയുന്നത് ഒരു 650 കാലറിയിലേക്ക് ഫുഡ് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതിൽ പക്ഷേ ന്യൂട്രീഷൻ എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 57 ന്യൂട്രിയൻസ് ആണ് വേണ്ടത്. അതിൽ വാട്ടർ വേണം, ഓക്സിജൻ വേണം. ഓക്സിജൻ ശരിക്കും നമ്മൾ എയറിൽ എത്ര ഓക്സിജൻ ഉണ്ടെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുകയും നമ്മൾ ബ്രീത്തിങ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എക്സസ് ഫാറ്റ് ഉള്ളവർക്കൊക്കെ ആ ഫാറ്റിനെ നമ്മൾ ബേൺ ഔട്ട് ചെയ്ത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കളഞ്ഞേ നമുക്കതിനെ കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിജൻ കൂടുതൽ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വെയിറ്റ് കുറയ്ക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള എക്സസൈസും അതിന് പറ്റിയ രീതിയിലുള്ള ഫുഡുമാണ്. അതായത് ഏറ്റവും കാലറി കുറച്ച് അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും ഉണ്ടാവണം. അപ്പോൾ ഈവൻ ഓക്സിജൻ പോലും നമ്മൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റണം. വാട്ടർ കറക്റ്റായിട്ട് വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഈ ടോക്സിൻസ് പുറത്തേക്ക് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡയറ്റും, അപ്പോൾ ഇവരെല്ലാം ഹാർട്ട് പേഷ്യൻസും അല്ലെങ്കിൽ പലതരം ആർത്രൈറ്റിസും ഒക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് കിടന്നുകൊണ്ട് ജെൻറ്റിലായിട്ട് ചെയ്യാവുന്ന എക്സസൈസ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനും നോക്കുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫംഗ്ഷനൊക്കെ ഓൾറെഡി അഫക്റ്റഡ് ആണ്. ഫാറ്റി ലിവറുണ്ട്, ലിവറിനെയും കിഡ്നിയും ഓൾറെഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റ് പല ഓർഗൻസിനെയും ഓൾറെഡിയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ജോയിൻസിനെയും, അങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. രക്തക്കൊഴലുകളെ മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കാനും കൂടെയാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഫുഡ്, ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് എല്ലാ ന്യൂട്രീഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു. അതിൽ തന്നെ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയാണ് ഏറ്റവും ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, കഴിയുന്നതും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകൾ, അപ്പം ഏറ്റവും മിനിമം ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചേ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ പോസിബിളാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ അതുകൊണ്ട് വന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വ്യത്യാസം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഒരു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഹാർട്ടിനാണ് പ്രോബ്ലമെങ്കിലും അതിൽ ഒരു മെയിൻ പ്രോബ്ലം സിംറ്റമായിട്ട് പറയുന്നത് നീ പെയിൻ ആയിരുന്നു. അതൊരു 50% റിഡക്ഷൻ 8th ഡേ ആയപ്പോഴേക്കും കിട്ടി. അതുപോലെ ടയേർഡ്നെസ് ഒരു 8th ഡേ, അത് നമ്മൾ 1 വീക്ക് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് റിവ്യൂ വരുന്നത്. അപ്പോഴേക്കും 80% ടയേർഡ്നെസ് കുറഞ്ഞു. ഈ ശ്വാസം മുട്ടലും അല്ലെങ്കിൽ എക്സേഷണൽ ഡിസ്നി, അത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറേ, ഹാർട്ടിന് ബ്ലഡ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമായിട്ടാണ് ഹാർട്ട് പേഷ്യൻസിന് സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നത്. അതിനൊരു 80% കുറവ് വന്നു എന്നുള്ളതാണ്. പിന്നെ നീ പെയിൻ ആണെങ്കിൽ ശരിക്കും 70% 15 ദിവസം ആയപ്പോഴേക്കും, 30 ദിവസം ആയപ്പോഴേക്കും ഈ മുട്ടുവേദന കംപ്ലീറ്റ് മാറി. 15 ദിവസം ആയപ്പോൾ തന്നെ ടയേർഡ്നെസ്സും എക്സേഷൻ ഡിസ്നിയൊക്കെ മാറി. കോൺസ്റ്റിപ്പേഷൻ ശരിക്കും നെക്സ്റ്റ് 8th ഡേ ആയപ്പോഴേക്കും ആ പ്രോബ്ലംസ്, കാരണം നമ്മൾ ഈ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ തന്നെ ഡയറ്ററി ഫൈബറും കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മിനിമം ഒരാൾക്ക് വേണ്ടി 25 grams ഡയറ്ററി ഫൈബറാണ്. അത് നമ്മളൊരു അറൗണ്ട് 35 grams ഡയറ്ററി ഫൈബർ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഈ നമ്മൾ ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു ഫുഡൊക്കെ കുറയ്ക്കുന്നുണ്ടെങ്കിലും ഡയറ്ററി ഫൈബർ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ആക്ച്വലി സെക്ഷൽ ഡിസ്ഫങ്ഷനെ കുറിച്ച് നമ്മൾ 8th ഡേയിലൊന്നും നമ്മൾ യൂഷ്വലി ചോദിക്കാറില്ല. 90th ഡേ ആയപ്പോഴേക്കും അവരുടെ ടെറ്റനാഫിലൊക്കെ നിർത്തിയായിരുന്നല്ലോ, പക്ഷേ സെക്ഷൽ ഫങ്ഷൻസും ഓക്കെ ആയെന്നാണ്. പിന്നെ ഒരു മേജർ പ്രോബ്ലം വയറും കുടവയറും അബ്ഡോമിനൽ ഒബീസിറ്റി ആണല്ലോ. അത് ശരിക്കും 108 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഒരു മാസം ആയപ്പോഴേക്കും 100 കുറഞ്ഞു. 2ാമത്തെ മാസം ആയപ്പോഴേക്കും 90 സെൻറ്റിമീറ്റർ ആയി. വയറിൻ്റെ ചുറ്റളവാണ്. 90 ഡേയ്സ് ആയപ്പോഴേക്കും 85 കുറഞ്ഞു. ഫൈനലി നമ്മൾ എയിം ചെയ്യുന്നത് ശരിക്കും ഒരു 70നും 75നും ഇടയ്ക്ക് വയറിൻ്റെ ചുറ്റളവ് കൊണ്ടുവരിക, അതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ എയിം വെച്ചിരിക്കുന്നത്. മെഡിസിൻസ് എങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റിയെന്ന് നോക്കിയാൽ, നമ്മൾ ആദ്യം 13 തരം മരുന്നും 2 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇൻസുലിനും മറ്റ് സപ്ലിമെൻ്ററി ഫുഡും ഈ സെഡനാഫിൽ പോലെ സെക്ഷൽ ഡിസ്ഫങ്ഷനുള്ള മെഡിസിൻസും എല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിർത്തി എന്നുള്ളതാണ്. അപ്പം 13-ന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ ഡോസ്, മരുന്നുകളുടെ എണ്ണം തന്നെ 4 കുറയ്ക്കാൻ പറ്റി. അതിൽ ഇത്രയും അതുപോലെ അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ലെവൽ വെരി ലോ നോർമലായിരുന്നു. അപ്പം 20 mg അറ്റോസ്റ്റാറ്റിൻ ഇരിക്കുന്ന അപ്പോൾ തന്നെ അത് 10 mg കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. ഹാഫാക്കി കുറച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ്. 15th ഡേ ആയപ്പോഴേക്കും 3 ഗുളികയായി. അതായത് പ്രഷറിൻ്റെ ഒരു ഗുളിക കംപ്ലീറ്റ് നിർത്താൻ പറ്റി. നെക്സ്റ്റ് ഈ ഡിപ്ലാറ്റ് എന്നുള്ളത് ഡിപ്ലാറ്റ് എ ആണ്, അതായത് ആസ്പിരിനും ഉണ്ട് ക്ലോപ്പിഡോഗ്രലും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരുന്ന് നമുക്ക് ഫാസ്റ്ററായിട്ട് തന്നെ കുറയ്ക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് റിപ്പോർട്ട്സിലും മറ്റേ കാർഡിയാക് മാർക്കേഴ്സൊക്കെ നോർമലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് കുറയ്ക്കുന്നത്. പിന്നെ ആ മെഡിസിൻ ആണെങ്കിൽ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കി 30 ഡേയ്സ് ആയപ്പോഴേക്കും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലഡ് റിപ്പോർട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മരുന്നുകളൊക്കെ കുറച്ച് കഴിഞ്ഞാലും ബ്ലഡിൽ HbA1c മരുന്ന് എല്ലാം ഉണ്ടായിട്ട് 7.2 ഇരുന്നത് 8ാം ദിവസം ആയപ്പോഴേക്കും മരുന്ന് ഡയബറ്റീസിന് ഒരു മരുന്നും ഇല്ല, ഇൻസുലിൻ നിർത്തിയിട്ട് 6.6 കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമ്മൾ സാധാരണ ഡയബറ്റിക് പേഷ്യൻസിൻ്റെയൊക്കെ 3 മാസത്തെ ആവറേജ് ആണ്, 3 മാസം കൂടുമ്പോഴാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനെയല്ല, റിസൾട്ട് എല്ലാം നല്ല ഫാസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ പേഷ്യൻറ്റ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നും അറിയാനും, അപ്പോൾ പേഷ്യൻ്റ് കോൺഫിഡൻസും ബൂസ്റ്റിംഗ് ആണ്. ഇത് കുറയുന്നുണ്ടെന്ന് കാണുമ്പോൾ 3 മാസത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് ഒന്നും കുറയുമല്ല, ശരിക്കും കൂടുകയാണ് ചെയ്യാറുള്ളത് പലപ്പോഴും. അപ്പോൾ ഇത് 8ാം ദിവസം വന്നപ്പോഴേക്കും 6.6 ആയി, 15ാം ദിവസം ആയപ്പോൾ 6.2 ആയി, 30 ആയപ്പോഴേക്കും 6 വന്നു, 60ാം ദിവസം ആയപ്പോഴേക്കും കുറഞ്ഞ് നോർമൽ 5.8 എത്തി, 90 ആയപ്പോഴേക്കും നോർമൽ. ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കാതെ പിന്നെ ഇടയ്ക്ക് പോയി റൈസ് കഴിക്കുകയും അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇടയ്ക്കിടത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, അപ്പോൾ ഇതെല്ലാം പേഷ്യൻറ്റിൻ്റെ നോക്കുന്നതും കൂടി അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈവൻ ബിരിയാണി വേണമെങ്കിലും കഴിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ അതെല്ലാം കൂടി അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൊമക്ക് ക്ലിയർ ചെയ്യാനും കൂടെ ഉള്ള മെഡിസിനും എടുത്തുകൊണ്ട്, ടൈപ്പ് ഓഫ് മെഡിസിൻ എല്ലാ ദിവസവും എടുക്കാൻ പറ്റില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കാകാം. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴും നമ്മൾ ഈ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൂടിപ്പോകാനും, ഈവൻ ചെന്നത് നമ്മൾ ബോഡിയിൽ ഇത്രയും ദിവസം എഫേർട്ട് എടുത്ത് കുറച്ചുകൊണ്ട് വന്ന ഫാറ്റിനെയൊക്കെ കുറച്ചതിന് പകരം വീണ്ടും ഫാറ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും എടുത്താലും അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചില മെഡിസിൻസ് ഉണ്ട് എക്സസ് ഉള്ളത് യൂറിനിൽ കൂടെ പോകാനായിട്ടുള്ളത്. അപ്പോൾ അത്തരം ടാബ്ലറ്റ്സും കൂടി എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിത് ഷുഗർ ഒന്ന് കൂടിയാലും
ഒരു 24 അവർ ഒരു പ്രാവശ്യം നമ്മൾ എക്സ്ട്രാ ഫുഡൊക്കെ എടുത്ത് നമുക്ക്, കാരണം ഒരു ക്രേവിങ് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഇഷ്ടംപോലെ ഫുഡും കഴിച്ച് നടന്നിട്ട് പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ ഒരു ക്രേവിങ് വരാതിരിക്കാനും കൂടെയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കഴിക്കാം. അന്നേരം അതെല്ലാം ദേഹത്ത് കയറി പിടിക്കാതെ അതിൻ്റെ ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മെഡിസിൻസും കൂടി എടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കുന്നത്. എനിവേ, ഇദ്ദേഹത്തിൻ്റെ നമ്മളുടെ മെഡിസിൻസിൻ്റെ എല്ലാം മരുന്നുകളൊക്കെ ഡയബറ്റീസിനെ നിർത്തിയാലും ഷുഗർ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇതും ഞാൻ ഈ പറഞ്ഞ വേറൊന്നുമല്ല, ഇതെല്ലാം പേഷ്യൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെന്നനുസരിച്ചിരിക്കും. പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കൊളസ്ട്രോൾ നോർമലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈവൻ കൊളസ്ട്രോളിൻ്റെ മരുന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോഴും HDL കുറവായിരുന്നു. HDL നല്ല കൊളസ്ട്രോൾ കൂടിയാണ് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ HDL കൊളസ്ട്രോൾ ശരിക്കും 60 ആയപ്പോഴേക്കും ഈവൻ മരുന്നുകളെല്ലാം കുറച്ച് നിർത്തി കഴിഞ്ഞപ്പോഴാണ്, അത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്തിയപ്പോഴാണ് HDL കൂടാൻ തുടങ്ങിയത്. HDL 40 ആയിട്ട് കൂടി, പിന്നെ 90 ഡേയ്സ് ആയപ്പോഴേക്കും 46 ആയി. പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ നമ്മളൊരു 230 206 ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഈ നമ്മളുടെ ബോഡിക്ക് വേണ്ടതാണ്, അത് ബോഡി ഉണ്ടാക്കുന്നതാണ്, ഭക്ഷണത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ അത് ബോഡി നോർമലി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിതൊക്കെ ഈവൻ ഈ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് വെച്ച് കഴിച്ച് നിർത്തുന്നതാണ് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷനും കാരണം. കാരണം ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വേണം. അപ്പം നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഓവറായിട്ട് കഴിച്ച് നിർത്തുന്നത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ ആത്രോസ്ക്ലെറോസിസും ഒക്കെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. പക്ഷെ അതിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചിലതരം BP കഴിക്കുന്ന മരുന്നുകളും അതുപോലെ ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നുകളും ഒക്കെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ കൊളസ്ട്രോൾ തീരെ കുറച്ച് നിർത്താനില്ല, നമ്മളൊരു കൊളസ്ട്രോൾ ഒരു അറൗണ്ട് 200 നിർത്തിയാൽ മതിയാവും. അത് ചിലരിൽ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് ചിലർ 200 താഴെ മതി, ഈവൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഒരു 250 മുകളിൽ പോകാതെ നോക്കുക എന്നുള്ളത് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളൂ. മറ്റ് പാരാമീറ്റേഴ്സ് പ്രത്യേകിച്ച് HDL-ഉം TGL-ഉം ഒക്കെ നോർമൽ ആണെങ്കിൽ കൊളസ്ട്രോളിന് അത്ര സിഗ്നിഫിക്കൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ബോഡിയുടെ കാര്യത്തിൽ അതാണ് അതിൻ്റെ ഒരു ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസും അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ GFR കിഡ്നിയുടെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഡയബറ്റിക് ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ തുടങ്ങുമ്പം 77 ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ GFR 90 ഡേയ്സ് ആയപ്പോഴേക്കും 88ലേക്ക് കൂട്ടാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ സോഡിയത്തിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് 15th ഡേ ആയപ്പം, അത് തുടങ്ങുമ്പം 132 ആയി, 8th ഡേ ആയപ്പോൾ 135 ആയി, അത് 15th ഡേ ആയപ്പോഴേക്കും നോർമലിലേക്ക് എത്തി. പിന്നെ അത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തു. പിന്നെ ട്രോപ്പോണിനും HSCRP-യും CRP-യും ഒക്കെ നോർമലായിരുന്നു. അപ്പം അങ്ങനത്തെ ഇപ്പം ട്രോപ്പോണിനൊക്കെ കൂടി നിൽക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പതുക്കെ ഈ ബ്ലഡ് തിന്നേഴ്സൊക്കെ അത് കഴിഞ്ഞിട്ട് ട്രോപ്പോണിനൊക്കെ നോർമൽ എത്തിക്കഴിഞ്ഞിട്ട് HSCRP ഒക്കെ നോർമൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ യൂഷ്വലി, അതായത് ബ്ലഡ് വെസൽസിലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ എല്ലാം ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന, ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം നോർമലായിരുന്നു. ഈവൻ ദോ ബൈപ്പാസ് സർജറി പറഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിലും കാർഡിയക് മാർക്കേഴ്സ് ഒക്കെ തന്നെ നോർമലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ചുണ്ടാകാൻ നിർത്താൻ പറ്റും. നെക്സ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ സ്കാനിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പം ഫാറ്റി ലിവർ ഉണ്ട്, അതുപോലെ ഈ കാൽസിഫിക്കേഷൻ, ആത്രോസ്ക്ലെറോസിസും ഒക്കെ ഉണ്ട്. അത് 90 ഡേയ്സ് ആയപ്പോഴേക്കും നോക്കുമ്പോൾ ഫാറ്റി ലിവർ മാറി. അതുപോലെ ഈ പ്ലാക്കിൻ്റെയൊക്കെ സൈസ് കുറഞ്ഞു വന്നു. അതായത് കംപ്ലീറ്റ് ഈ റൈറ്റ് സബ്ക്ലേവിനിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈസ് കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ എയിം ചെയ്യുന്നതും അതാണ്. പെട്ടെന്ന് കുറേ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സൈസ് കുറഞ്ഞു വരിക, പ്ലാക്സിന് ഇപ്പോൾ ഹാർട്ടിൻ്റെ ആണെങ്കിലും ബ്ലോക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറുക എന്നുള്ളതല്ല, ബ്ലോക്ക് കുറയുക, മറ്റേ ഇത് പതുക്കെ കുറഞ്ഞു വരിക. പക്ഷേ നമ്മൾ ഈ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് പാരലായിട്ട് നാച്ചുറലായിട്ട് ബൈപ്പാസ് ഉണ്ടാക്കുക, അതാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ സിംറ്റമാറ്റിക് റിലീഫും വരുന്നത്. അതായത് പാരലി നമ്മുടെ ബോഡിക്ക് തന്നെ പുതിയ രക്തക്കൊള്ളികളെ ഉണ്ടാക്കാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണം. ഈ ന്യൂട്രീഷൻ കിട്ടുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ പുതിയ രക്തക്കൊള്ളികൾ വരും, ആ ക്ഷീണവും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി വരും. നെക്സ്റ്റ്, നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മൾ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ച് വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏജ് 58 വയസ്സും 175 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്, വെയ്റ്റ് 95 കിലോ ആണ്. ഇപ്പോൾ 8 ദിവസം ആയപ്പോഴേക്കും ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറച്ചു എന്നുള്ളത് 89.7ലേക്ക് വന്നു. പക്ഷേ 15th ഡേ ആയപ്പോൾ പിന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നില്ല, അതൊരു 89.4ലേക്ക് വന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ എന്തോ കല്യാണമോ എന്തോ സദ്യ ഏതാണ്ടൊക്കെ വന്നു, അതാണ് പറ്റിയത്. പിന്നെ 30 ഡേയ്സ് ആയപ്പോഴേക്കും 85.1ലേക്ക് വന്നു. 60 ഡേയ്സ് ആയപ്പോഴേക്കും 81.5-ൽ,
ഡേ 90 ആയപ്പോഴേക്കും 79ലേക്ക്. അതാണ് വളരെ കറക്റ്റായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. BMIയിലും അതിൽ തുടങ്ങുമ്പം 30.6 ഉണ്ടായിരുന്നത് ഡേ 90 എത്തിയപ്പോഴേക്കും 25.8ലേക്ക് വന്നു. BP വിത്ത് മെഡിസിൻ അദ്ദേഹത്തിന് 140/100 ആയിരുന്നു തുടങ്ങുമ്പോൾ. അത് മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും ആ മരുന്ന് BP എല്ലാം ഒരു 15th ഡേ ആയപ്പോഴേക്കും മരുന്നൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കുമാണ് BP കൂടുതൽ നോർമൽ ആകുന്നത്. അപ്പോൾ 30th ഡേ ആകുമ്പോഴേക്കും 120/70 ഉള്ളൂ. പിന്നെ അത് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മൾ നിർത്താന്നുള്ളതല്ല. ശരിക്കും ഇത് ഞാൻ ഈ പറയുന്ന ഇവിടെ വരുമ്പോൾ നോക്കും, അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി കൂടുതലായിരിക്കും. ഈ വീട്ടിൽ നോക്കുമ്പം 110/70 100/60 അത്രയും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്രയും കുറയുമ്പോൾ നമ്മൾ ഈ സോഡിയത്തിൻ്റെ കുറവുള്ളവർക്ക് സോഡിയം കൂടുതൽ, ഇപ്പം എല്ലാവരുടെയും BP ഉള്ളവരും നമ്മൾ സോഡിയം നിർത്തുകയുണ്ടെന്ന്. ഈവൻ സോഡിയം കുറഞ്ഞു പോകുന്നതും BP കൂടാൻ കാരണമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നും ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരുന്നുകളെല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴാണ് BP ഒക്കെ ആണെങ്കിലും ശരിക്കും പ്രോപ്പർ കൺട്രോളിലേക്ക് വരുന്നത്. പിന്നെ വയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 108 സെൻറ്റിമീറ്ററിൽ നിന്ന് 30 ദിവസം ആയപ്പോഴേക്കും 100ആയി, 60 ദിവസം ആയപ്പോൾ 90ആയി, ഡേ 90 ആയപ്പോഴേക്കും 85 ആയി. പിന്നെ ബോഡി ഏജ് നോക്കുകയാണെങ്കിൽ 8 വയസ്സ് കൂടുതലായിരുന്നു. ആക്ച്വലി അത് 66ൽ നിന്ന് 61ലേക്ക് 30 ദിവസം കൊണ്ട് വന്നു. യൂഷ്വലി അത് 8th ഡേ നമ്മൾ നോക്കൂല, യൂഷ്വലി അത് വൺസ് ഇൻ എ മന്ത് ആണ് നോക്കുന്നത്, ഈ ബോഡി പാരാമീറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കുന്നത്. അപ്പോൾ അത് 61ലേക്ക് വന്നു. പിന്നെ അത് ഡേ 60 ആയപ്പോൾ 57 ആയി, ഡേ 90 ആയപ്പോഴേക്കും 56 ആയി. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ബോഡി റിയൽ ഏജ് ശരിക്കും പറഞ്ഞാൽ 58 ആണ്. അപ്പോൾ 60 ദിവസം ആയപ്പോഴേക്കും 1 വയസ്സ് കുറഞ്ഞു, റിയൽ ഏജിനേക്കാളും കുറഞ്ഞു. നെക്സ്റ്റ് മന്ത് ആയപ്പോഴേക്കും ഒത്തിരി ആ റിഡക്ഷൻ വന്നില്ല, അതാണ് 56ലേക്ക് വന്നത്. അപ്പോൾ അതാണ് നമുക്ക് ബോഡി ഏജ് ആക്ച്വലി നമുക്ക് ഒരു ഫ്യൂ ഇയേഴ്സ്, അതായത് അതിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50ക്ക് താഴെ. അപ്പം ബാക്കിയും കൂടെ ഉണ്ട്, ഇനിയും ഉണ്ട് കുറയാൻ. BMI ഫാറ്റ് ലെവൽ ഇനിയും കൂടുതലാണ്. അപ്പോൾ ഫാറ്റ് ലെവൽ 30% ഉണ്ടായിരുന്നത് നമ്മൾ 90 ദിവസം ആയപ്പോഴേക്ക് 23ലേക്ക് കൊണ്ടുവരാൻ പറ്റും, 23%. ശരിക്കും അത് ആക്കേണ്ടത് ബേസിക്കലി നമ്മൾ എയിം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം ആകുമ്പോഴേക്കും, അടുത്ത 3 months കൂടെ കഴിയുമ്പോഴേക്കും വെയിറ്റ് ഒരു 65ലേക്ക് കൊണ്ടുവരിക. അപ്പം BMI അറൗണ്ട് 21. നമ്മളെപ്പോഴും എല്ലാവരും കഴിയുന്ന നോർമലിന് എടുക്കുന്നത് BMI 25 ആണ്. അത് ശരിക്കും ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്നത് 23 ആണ്. പ്രത്യേകിച്ചും പ്രായം 23 ആകാം, 23 ഈവൻ 25 ആകാം. നമ്മൾ ഒരു 6 pack ഒക്കെ ആണെങ്കിൽ, അതായത് കൊഴുപ്പില്ല ഉണ്ടാവരുത്, നല്ലൊരു ബോഡി ബിൽഡർ ആണെങ്കിൽ BMI 25 ആകാം. ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു റീസണബിൾ ബോഡിയൊക്കെ ആണെങ്കിൽ, ഒരു അത്യാവശ്യം 6 pack, വലിയ ബോഡി ബിൽഡർ ഒന്നും അല്ലെങ്കിൽ 23 BMI വരാം. പക്ഷെ പ്രായം ആകുമ്പോഴേക്കും പ്രത്യേകിച്ചും നമ്മൾ അതൊന്നും അല്ല, നമ്മൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ഒക്കെ ആണെങ്കിൽ BMI അറൗണ്ട് ഒരു 20, 21, 22 നമ്മുടെ വർക്കിൻ്റെ അനുസരിച്ച്, കാരണം വർക്ക് ചെയ്യുന്ന അനുസരിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ മസിലും ബോണിൻ്റെയും വെയിറ്റ് വരുന്നത്. അപ്പം മസിലും ബോണും കുറവുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റ് കുറച്ചില്ലെങ്കിൽ കൂടുതലുള്ളത് മുഴുവൻ കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഒക്കെ ഇത്രയും പ്രായമായാലും ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇനി നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാനും പറ്റില്ല. ഒത്തിരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചെയ്യാതിരുന്നിട്ട് വരുമ്പം ബുദ്ധിമുട്ടാകും. അപ്പം ഒരു 65 കൊണ്ട് നിർത്തുക, BMI ഒരു 21ലേക്ക് വരിക, BP 128, 170 മെയിൻറ്റെയിൻ ചെയ്യുക. അബ്ഡോമിനൽ സർക്കംഫറൻസ് ആണെങ്കിൽ ഒരു 75ലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പം ഇത്രയൊക്കെ എത്തിയാൽ ഡെഫിനറ്റ്ലി ബോഡി ഏജ് മിക്കവാറും ബിലോ 50ലേക്ക് വരും എന്നുള്ളതാണ്. ആൾക്ക് 58 എന്തുണ്ടെങ്കിലും ബോഡി ഏജ് അത്രേ കാണുള്ളൂ. പിന്നെ ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 15% വരാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അറ്റ്ലീസ്റ്റ് ഈ ഏജിലുള്ളവർ 20% കുറച്ച് നിർത്തണം. 20% കുറച്ച് നിർത്തി ബ്ലഡ് പാരാമീറ്റേഴ്സും നോർമലാണ്, കുടവയറും ഇല്ല, വേറെ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇതിനകത്ത് എയിം ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പലരും സിംറ്റംസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥതകൾ കുറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ഉഴപ്പുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. അതായത് നമുക്ക് പണമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, എത്ര കിട്ടിയാലും പോരാന്നാണ്. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കൊന്നും വേണമെന്ന് ആർക്കും തന്നെ വളരെ ഫ്യൂ പെർസെൻറ്റേജിലേ ഉള്ളൂ ഒപ്റ്റിമൽ ഹെൽത്തിൽ നിർത്തണം എന്നൊക്കെ ഉള്ളത്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വേദനയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ആ ഒരു ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ അതിലല്ല നമ്മൾ നോക്കേണ്ടത്. ബേസിക്കലി നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. കറക്റ്റ് നമ്മൾ ഈ BMIയിലേക്ക് എത്തിയാൽ നമുക്ക് പല സാധനങ്ങളോടും നമുക്കുള്ള താല്പര്യം പോകുന്നുള്ളത്. ഓവറായിട്ട് ഒരു സാധനത്തിനോടും താല്പര്യം ഉണ്ടാവില്ല, പലതും കണ്ടു കഴിയുമ്പോൾ മതി എന്നുള്ളത് തോന്നും. അപ്പോൾ നമുക്ക് തന്നെ പിന്നെ വലിയ ഫുഡ് കൺട്രോൾ വരുന്നില്ല. നമുക്ക് പല ആർട്ടിഫിഷ്യൽ സാധനങ്ങളുടെയും ടേസ്റ്റ് പിടിക്കില്ല. നമുക്ക് മനസ്സിലാവും ഇത് കെമിക്കൽ.
അപ്പം നമുക്കിപ്പോൾ ഒക്കെ നമ്മളൊക്കെ ബിസ്ക്കറ്റൊക്കെ ഒരു ടേസ്റ്റി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതൊന്നും തുടങ്ങുന്നതിൻ്റെ മുമ്പ്. കാരണം നമ്മുടെ സെൻസേഷൻസും എല്ലാം ഡിസീവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ബ്രെയിനിന് തന്നെ ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ ഉള്ളത് കഴിച്ച് അപ്പം നമ്മൾ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഒരു 3 to 6 months ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ തോന്നുമ്പോൾ ഇതൊക്കെ ആ കെമിക്കൽ ടേസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ കുറയും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്താൽ ഈ പേഷ്യൻറ്റിന് ഇതുകൊണ്ട് വന്ന ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് വന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ മൾട്ടിപ്പിൾ രോഗങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ പോയി ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാലും ഡയബറ്റീസ് മാറൂല, ഹൈപ്പർ ടെൻഷൻ മാറൂല, മുട്ടുവേദന മാറൂല, വെയിറ്റും ഒരു ഓപ്പറേഷനും കൂടെ കഴിഞ്ഞിട്ട് ഒരു ബൈപ്പാസ് കഴിയുമ്പോഴേക്കും 95 കിലോ ഉള്ള ആൾ മിക്കവാറും 100ന് മുകളിലേക്ക് പോകും, അത്രയ്ക്ക് നോക്കിയില്ലെങ്കിൽ. പിന്നെ ഇൻസുലിനും എല്ലാം കൂടെ വരുമ്പം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വയ്യാത്ത ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ ഇൻട്രസ്റ്റ് പോയി കുറച്ച് അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് കുറച്ചാൽ മാത്രമേ വെയിറ്റ് ഒക്കെ ആണെങ്കിലും കുറയാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാലും ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ രക്ഷപ്പെടുവാണെങ്കിൽ വീണ്ടും ഈ വെയിറ്റ് എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീഗെയിൻ ചെയ്യും. അപ്പം കൂടുതൽ മുട്ടുവേദന വരും. മിക്കവാറും അധികം താമസിയാതെ പോയി നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ പിന്നെ നമുക്കറിയാമല്ലോ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, ബൈപ്പാസിന് വേണ്ടിയിട്ട് കാലിൽ മുറിവുണ്ടാക്കി കാലിൽ നിന്ന് രക്തക്കുഴൽ എടുത്താണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സെൻസേഷൻ കാലിൻ്റെ വ്രണങ്ങൾ വരാനൊക്കെ ഉള്ള ചാൻസസ് വീണ്ടും കൂടുമായിരിക്കും ചെയ്യുന്നത് ഇങ്ങനത്തെ ഓപ്പറേഷൻസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ജനറലി നമ്മൾ ഈ ബൈപ്പാസിൽ നിന്ന് മാത്രമല്ല ഫ്യൂച്ചറിൽ വരാവുന്ന ഡയബറ്റീസ് കൊണ്ടും ഹാർട്ട് ഡിസീസ് കൊണ്ടും എല്ലാം വരാവുന്ന എല്ലാ ഓപ്പറേഷനിൽ നിന്നും മാറുകയാണ് ഒബേസിറ്റി എന്നുള്ളത്. 95 kg ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കാലിൻ്റെ തേയ്മാനം വന്നിട്ട് നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്നത്. അപ്പം ലൈഫ് ലോങ് നമ്മൾ ലൈഫിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഓരോ സർജറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻസ് കൂടുമായിരിക്കും. ഇപ്പം ബൈപ്പാസ് എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ചെസ്റ്റ് ബോൺ തന്നെ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ മറ്റേ സ്റ്റീൽ വയർ ഇട്ടാണ് കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, ബോണല്ലേ. അപ്പം ആ മെയിൻ പുറമേ നമ്മൾ ഈ സ്റ്റിച്ച് കാണുന്നത് നമ്മുടെ സ്കിന്നിനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ശരിക്കും ഈ ബോണിനെ കട്ട് ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡി ഒത്തിരി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഹീൽ ചെയ്യുന്നത് ശരിക്കും. പക്ഷെ പലർക്കും അത് നോൺ ഹീൽ ചെയ്യാതെയും പലവിധ കോംപ്ലിക്കേഷൻസും വരാം. പിന്നെ അതുപോലെ നമ്മളുടെ ചെസ്റ്റ് വാളിലേക്ക് നമ്മുടെ ലങ്സിനും നമ്മളുടെ റെസ്പിറേറ്ററി മസിൽസിന് കൊടുക്കുന്ന രക്തക്കൊഴലുകളെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടും കൂടെ നമ്മൾ ഹാർട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് വാളിനും അതുപോലെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ മസിലുകൾക്കും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ ബൈപ്പാസോ ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊണ്ട് രക്തക്കൊഴലുകൾക്ക് വന്നിരിക്കുന്ന ഡാമേജാണ്, കൊളസ്ട്രോളിൻ്റെയും. അപ്പം ഇതെല്ലാം കൂടെ മാറി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളും ഇൻസുലിനും എല്ലാം നിർത്താൻ പറ്റി. വിതിൻ ഫ്യൂ വീക്സ് തന്നെ നമ്മുടെ സിംറ്റംസ് എല്ലാം മാറി, മെഡിക്കേഷൻസ് നിർത്താൻ പറ്റി. സർജറി ഫ്യൂച്ചറിൽ വരാൻ ഉണ്ടാകുന്ന സർജറികൾ മുതൽ എല്ലാത്തിനും ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റി. ബ്ലഡ് പാരാമീറ്റേഴ്സ് നമ്മൾ ഈ മരുന്നെല്ലാം കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ അല്ല, HbA1c നോർമലല്ല. മരുന്നൊന്നും ഇല്ലാതെ HbA1c നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഈ 90 days കൊണ്ട് ശരിക്കും 95 kg 79 kg കുറയ്ക്കാൻ പറ്റി. അപ്പം എത്ര കിലോയാണ് അപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ വയറിൻ്റെ സർക്കംഫറൻസ് 108 85 കൊണ്ടുവരാൻ പറ്റി. ഇതെല്ലാം നമ്മൾ ഈ 3 months കൊണ്ട് വരുന്ന ഇതാണ്. പിന്നെ ആക്സിലറേറ്റഡ് ഏജിങ് 66 വയസ്സ് 58 + 8 ഉണ്ടായിരുന്ന 66 വയസ്സുണ്ടായിരുന്ന ആളെ 56 വയസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി. 2 വർഷം കുറവായി. അപ്പം ബേസിക്കലി ഇത് റീവേഴ്സ് ഏജിങ് ആണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 വയസ്സ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പം 90 days. അപ്പം ഇനിയും നമ്മളൊരു 180 days അനദർ 90 days കൂടെ വരുമ്പോഴേക്കും ഇനിയും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ മെഷീനിൽ കയറുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ 58 വയസ്സിട്ട 50 താഴെയായിരിക്കും. പക്ഷേ 25 വയസ്സ് തന്നെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ 25 24 വയസ്സ് നിർത്താൻ പറ്റണം. അതായത് നമുക്ക് മുടിയൊക്കെ നരയ്ക്കുന്നുണ്ടാവും അല്ലേ, പക്ഷേ ബോഡി കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എസ്തെറ്റിക് സർജറിയും അല്ലെങ്കിൽ ലൈപ്പോസെക്ഷനും സർജറിയും ചെയ്തിട്ടല്ല, നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഏജ് ശരിക്കും നമുക്ക് അവിടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബേസിക്കലി ഇത് നമ്മൾ ഹെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് മരുന്നില്ലാതെ
എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്ത് ബോഡി കോമ്പോസിഷനും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേറെ നമ്മൾ സർജറികളെ കുറിച്ചോ ബൈപ്പാസോ നീ റീപ്ലേസ്മെൻറ്റോ ഫുഡ് അൾസറോ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാം അതാണല്ലോ ഫിയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും വറിയില്ലാതെ നമുക്ക് ഉള്ള ശിഷ്ടകാലം ജീവിച്ചു പോകാമെന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പേഷ്യൻ്റ് എന്നുള്ള എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ ഫുഡിൻ്റെ പാറ്റേണും എല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് വേണ്ടത്രേ കഴിക്കാൻ പാടുള്ളൂ. അത് കഴിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് ടോക്സിൻസ് ഇല്ലാത്തതും ന്യൂട്രീഷൻ ഉള്ളതുമായിട്ടുള്ള കഴിക്കുകയും ചെയ്യുക. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്നും മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാകും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിൻ്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.